പൊന്നിടാവേ പൊന്നെ പനിയും ജലദോഷം എല്ലാം പിടിച്ച് കിറങ്ങിയിരിക്കണ എന്നെയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ അവസ്ഥ നിങ്ങളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എനിക്കറിയാൻ പാടില്ല ഗൈസ്. അങ്ങനത്തെ മരുന്നുകളൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം അമ്മയ്ക്ക് കുളിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് കേട്ടോ താഴെ ഉന്തുവണ്ടി കൂടെ ഓറഞ്ച് പോകണം കണ്ടേ. എൻ്റെ ചക്കര അമ്മ എനിക്കിപ്പോൾ കുറച്ച് ഓറഞ്ചെല്ലാം വാങ്ങിച്ചത്. സത്യം പറഞ്ഞാൽ അമ്മയുടെ പൊടി കൈകൾ കൊണ്ട് എൻ്റെ പനി കുറച്ച് വിട്ടിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയുടെ നിർബന്ധം കൊണ്ട് നമ്മൾ ആശുപത്രി പോകാൻ കേട്ടോ. ഈ വൈകുന്നേരം സമയം ഇപ്പോൾ ഹരിതകർമ്മസേനയിൽ ചേച്ചിമാരെ കണ്ടിട്ടു. പിന്നെ അവരുടെ അടുത്ത് കുറച്ച് നേരം വർത്താനം എല്ലാം പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഏറ്റിക്കാൻ പറ്റിയ സന്തോഷമാണ് കേട്ടോ എൻ്റെ മനസ്സിൽ. അങ്ങനെ വൈകുന്നേരത്തിന് അതിൻ്റേതായ ഭംഗിയുണ്ട് ഇന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാനും അമ്മയും ചേച്ചിയും കൂടിയാണ് കേട്ടോ ഇന്ന് ആശുപത്രി പോകുന്നത്. ചേച്ചിക്കും ചെറുതായിട്ട് ജലദോഷം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചീനെയും കൂട്ടിയാണ് കേട്ടോ അപ്പോൾ ആശുപത്രി പോണത്. അങ്ങനെ വണ്ടിയിലാണെങ്കിൽ നല്ല ഭയങ്കര റൊമാൻസ് പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ശരിയാണ് കേട്ടോ എൻ്റെ മുഖത്തിപ്പോൾ. അങ്ങനെ പണ്ട് മുതലേ എൻ്റെ ചേച്ചിക്ക് അമ്മയ്ക്കും പട്ടീനും പൂച്ചേനും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു പട്ടിക്കുണ്ണെ കണ്ടപ്പോൾ എൻ്റെ ചേച്ചി അമ്മ അവിടെ നിന്ന് പോയിട്ട് അങ്ങനെ അമ്മ ചീട്ടെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു BP എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ചെറിയൊരു തലകറക്കം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ BP എല്ലാം ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ നിന്ന് കറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് അടിക്കാൻ പോയി. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ചേച്ചി എനിക്ക് തന്നത് സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ചേച്ചി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കൊതിവിട്ട് കഴിഞ്ഞ ദിവസം വയറിളക്കി കിടക്കണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് തന്നത്. എൻ്റെ പാവം ചക്കര അമ്മ ഒരു ചായ മാത്രമേ കുടിച്ചുള്ളൂ. പിന്നെ ഞാൻ നല്ല തേങ്ങാച്ചോറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ തേങ്ങാച്ചോറ് കഴിക്കണത്. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുന്നത് ആ സാലഡും പപ്പടവും പിന്നെ ആ ബീഫും ഇപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് കൊതി വന്നുണ്ട്. അങ്ങനെ അതെല്ലാം കൂട്ടി ഭയങ്കരമായിട്ടൊരു പിടി പിടിച്ചു. അതിൻ്റെ ക്ഷീണത്തിൽ മുഖമെല്ലാം തുടച്ചു കേട്ടോ. പിന്നെ സമയമെല്ലാം പയ്യൊന്ന് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഓരോ സമയത്തിന് അതിൻ്റേതായ ഭംഗിയുണ്ട് ഇന്ന് മനസ്സിലായി കേട്ടോ ഗൈസ്. അങ്ങനെ ഇതാണ് കേട്ടോ കാരിക്കോട് ആശുപത്രിയിലെ പഴയ വാർഡ്. അങ്ങനെ നടയെല്ലാം തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് കടലയെല്ലാം വിൽക്കണ ഒരു ചേട്ടനുണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടൻ എനിക്ക് പപ്പയുടെ കൂട്ടുകാരനാണ് കേട്ടോ. ആ ചേട്ടൻ്റെ കയ്യിൽ നമ്മൾ കുറച്ച് കടലയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഈ ഫോണിൽ കാണുമ്പോൾ എത്രമാത്രം ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നല്ലൊരു അമ്പിളിയമ്മാവനും ചെറിയൊരു നക്ഷത്രം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവർ കൂട്ടുകൂടി നിൽക്കണ പോലെ എനിക്ക് തോന്നിയിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഗൈസ്.